ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു പ്ലെയിനിൽ ഇതേപോലൊരു സർക്കിൾ എങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്ലെയിൻ എടുക്കാനായിട്ട് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുക, മിഷിൽ പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യണം ഫ്രണ്ട് ആക്സിൽ. അതിന് ജസ്റ്റ് 6x90, ഇപ്പോൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ സർക്കിൾ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനകത്ത് ലൂപ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് സബ് ഡിവൈഡ് ചെയ്യുവാണ് ലൂപ്സ് ആഡ് ചെയ്യാനായിട്ട്. അതിന് ഓൾ സെലക്ട് എ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് സബ് ഡിവൈഡ്. ഞാനിപ്പോൾ ഒരു 3 ടൈംസ് സബ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയാണോ സർക്കിൾ ആഡ് ചെയ്യേണ്ടത് അത്രയും ഭാഗത്തെ ഫേസ് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് പ്രസ് ചെയ്യുന്നു, ഫേസ് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ എഡ്ജ് മോഡിൽ പോയിട്ട് ഈ എഡ്ജ് ഫോൾഡിൽ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്യുന്നു, ഈ എഡ്ജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു എഡ്ജ് ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സർക്കിൾ ആഡ് ചെയ്യാം ഈസി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് കേൾക്കുന്നു, ലൂപ്പ് ടൂൾസിൽ സർക്കിൾ, സിമ്പിളായിട്ട് സർക്കിൾ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൂപ്പ് ടൂൾസ് എനേബിൾഡ് അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനായിട്ട് എഡിറ്റിൽ പോവുക, പ്രിഫറൻസിൽ വരിക, അതിൽ ആഡ് ഓൺ സെലക്ട് ചെയ്യുക. ഇവിടെ ലൂപ്പ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടോ, ലൂപ്പ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും ലൂപ്പ് ടൂൾസ്. ഇത് ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫീച്ചർ ഇവിടെ എനേബിൾഡ് ആയിട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ സർക്കിൾ വേണ്ടതുകൊണ്ട് സർക്കിൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് സ്മൂത്ത് ആക്കണമെങ്കിൽ ജസ്റ്റ് Ctrl+1 പ്രസ് ചെയ്ത് സബ്ഡിവിഷൻ മോഡിഫയർ കൊടുക്കുക, സ്മൂത്ത് സർക്കിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.